സമാനതകളില്ലാതെ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യിപ്പിച്ചുകൊണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. നമ്മൾ ഈ അവസാന ഘട്ടത്തിലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി വിജയിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വസ്തുതകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലെ എല്ലാ അധ്യാപകരും കേട്ടറ്റ് പരീക്ഷകൾ നേടിയിരിക്കണം എന്നുള്ള ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ വലിയൊരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത് എന്നത്തേക്കാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്നാണ് പരീക്ഷ ഉണ്ടാവുക? നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയാൽ മതിയോ? പഠിച്ചു തുടങ്ങുമ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ സിലബസ് പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് പരീക്ഷാ ഹാളിലേക്ക് കടക്കുവാൻ സാധിക്കുമോ? ഇത്തരം വസ്തുതകൾ അല്ലെങ്കിൽ ഇത്തരം സംശയങ്ങളാണ് സാധാരണ K1 K2 പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികളിലെ പൊതുവായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത്തരം സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു LP സ്കൂൾ ടീച്ചർ ആകണമെങ്കിൽ K1 പാസ് ആയിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം അതാണ് വിധി വന്നിരിക്കുന്നത്. നിങ്ങളൊരു UP സ്കൂൾ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ UP സ്കൂൾ ആകാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാറ്റഗറി 2 K2 പരീക്ഷ തീർച്ചയായിട്ടും പാസ്സായിരിക്കണം. അപ്പൊ നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വരാൻ പോകുന്ന LP UP പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുമ്പേ ക്ലിയർ ചെയ്യേണ്ട K1 K2 പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ, 2025 ഒരൊറ്റ ഒരു കേട്ടറ്റ് പരീക്ഷ മാത്രമാണ് നടന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെപ്റ്റംബറിലാണ് പരീക്ഷ നടന്നത്. സാധാരണ 2-3 പരീക്ഷകളൊക്കെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കാറുണ്ട് ഒരു വർഷത്തില്. അത്തരത്തില് 2025 അത് സംഭവിക്കാത്തത് കൊണ്ട് 2026 നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരേ ഒരു സ്ലോട്ട് പരീക്ഷ മാത്രമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, 2 നടക്കത്തില്ലേ എന്ന്. നമ്മൾ ആ ഒരു സാധ്യത ഒരേ ഒരു കേട്ടറ്റ് പരീക്ഷ മാത്രം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് മാത്രമേ നിങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇനി എന്നാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ പ്രോബബിളി സെപ്റ്റംബറിൽ നടന്ന ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും അടുത്ത കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഡിസംബർ മാസത്തോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ തുടക്കത്തിൽ വരാം. അങ്ങനെ നവംബർ ഡിസംബറോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നത്തേക്ക് പരീക്ഷ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് നിങ്ങളൊരു മിനിമം ഒരു ഫെബ്രുവരി മാസത്തോടു കൂടി പരീക്ഷ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 1-2 തവണ സെറ്റ് പരീക്ഷ ഡേറ്റുമായിട്ട് ക്ലബ് ആവാതിരിക്കാൻ 1-2 തവണ K1 K2 പരീക്ഷകൾ അല്ലെങ്കിൽ K3 K4 അതായത് കേട്ടറ്റ് പരീക്ഷകളെല്ലാം മാറ്റി വെച്ചായിരുന്നു. അതേപോലെ ഇത്തവണ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ഫെബ്രുവരി ടാർഗറ്റ് വെക്കുക. ഫെബ്രുവരി മാസത്തോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷകൾ ഉണ്ടാകും എന്നുള്ള ധാരണയോടുകൂടി വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ. ഇത് സർവീസിലിരിക്കുന്ന അധ്യാപകരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം വാക്കുകൾ സംസാരിക്കുന്നത്. സോ നിങ്ങൾക്ക് 2 വർഷത്തെ സമയമാണ് ഈ പറയുന്ന സുപ്രീം കോടതി നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത്. സോ 2 വർഷത്തിനുള്ളില് നിങ്ങൾക്കും പരമാവധി ഒരുപാട് സാധ്യതകളൊന്നും കിട്ടത്തില്ല. സോ കിട്ടുന്ന സാധ്യതയിലെ നിങ്ങൾ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പരീക്ഷ ക്ലിയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യതയാണ്, അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു യാത്ര മുമ്പോട്ട് പോകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ കേട്ടറ്റ് നോട്ടിഫിക്കേഷനിൽ തന്നെ
നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പരീക്ഷ ക്ലിയർ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പേ നമുക്ക് എന്താണ് നമ്മുടെ എയിം, മക്കളെ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 എന്തായാലും ഒരു കേട്ടറ്റ് പരീക്ഷ നടക്കും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി മാസത്തോടു കൂടിയാണ് ആ ഒരു പരീക്ഷ പ്രതീക്ഷിക്കുന്നത്. വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നീണ്ടുപോവാം. എന്നിരുന്നാലും നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തോടു കൂടിയാണ് പരീക്ഷ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ധാരണയിൽ പഠിച്ചുകൊണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് നീങ്ങിപ്പോയാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ എപ്പോഴും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ കൂടുതൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടുകൂടി എക്സാം ഹാളിലേക്ക് പോകുവാൻ സാധിക്കും. അത് വസ്തുതയാണ്. പക്ഷേ നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിനു മുമ്പ് പരീക്ഷ കഴിഞ്ഞാലോ, അപ്പൊ നമുക്ക് ഈ പറയുന്ന രീതിയിലെ പൂർണ്ണമായിട്ട് സിലബസ് നമുക്കത് കവർ ചെയ്യാൻ സാധിക്കത്തില്ല. എല്ലാ രീതിയിലും നമുക്ക് വലിയ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ അത്തരം കാര്യങ്ങളൊന്നും വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫെബ്രുവരി മാസത്തിലെ നമ്മുടെ കേട്ടറ്റ് പരീക്ഷകൾ നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ ഒരു 4 മാസത്തെ സമയം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നീങ്ങുക എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 കേട്ടറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യുക. മക്കളെ, 2026 കേട്ടറ്റ് പരീക്ഷ ക്ലിയർ ചെയ്തുകൊണ്ട് 2026 അവസാനം, അതായത് നവംബർ, ഡിസംബറോടുകൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന പുതിയ LP UP പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുത്തേ പറ്റത്തുള്ളൂ. കേട്ടറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ള അല്ല നമ്മുടെ അത്യന്ത ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന LP UP പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 2026 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന LP UP നോട്ടിഫിക്കേഷനിലെ നിങ്ങൾ ആ ഒരു LP UP നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് 2027 പരീക്ഷ എഴുതി 2028 LP UP റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഏത് ജില്ലയാണോ നിങ്ങൾ എഴുതുന്നത് ആ ജില്ലയിലെ ആദ്യത്തെ 50-നകത്തേക്ക് നമ്മളുടെ പേരുകൾ എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ 2025 അവസാനത്തിൽ തുടങ്ങി 2028 ആകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു സർക്കാർ സ്കൂളിലെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകയാകുക എന്നുള്ള ആ ഒരു വലിയൊരു മോഹം അവിടെ സാധ്യമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ 2025 തുടങ്ങി 2028 വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ദൗത്യത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള റിസൾട്ട് നേടിയെടുക്കുവാൻ നിങ്ങൾ തീർച്ചയായിട്ടും, അവസാനമായിട്ട് പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം എണ്ണപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ സമീപിച്ച് നോക്കുമ്പോൾ ഒരു നല്ല സ്വഭാവമല്ല. നമ്മൾ എപ്പോഴും ദീർഘവീക്ഷണത്തോടു കൂടി മുമ്പിൽ കാണണം. എന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും, ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സിലബസ് തീർക്കണം. അതാണ് കറക്റ്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സിലബസ് തീർക്കണം, അത് കൊള്ളാമല്ലോ. അപ്പൊ അതിനുശേഷം നമ്മൾ എന്തോ ചെയ്യണം? നോട്ടിഫിക്കേഷൻ വന്നപ്പോ സിലബസ് തീർത്തു, പിന്നീട് പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ നിങ്ങൾ? ആ സമയത്ത് നിങ്ങൾ റിവിഷൻ നടത്തുക, പരമാവധി എക്സാമുകൾ എഴുതി മാറുക, വീണ്ടും 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 പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തി മുമ്പോട്ട് പോവുക. പരീക്ഷാ ഹാളിലേക്ക് വലിയ ആത്മവിശ്വാസത്തോടുകൂടി കടന്നുപോയി ആ പരീക്ഷ എഴുതി വിജയിച്ചുകൊണ്ട് പുറത്തേക്ക് വരിക. ഇങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത്. അല്ലാതെ നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ വന്നപ്പോ എന്നാ എക്സാം ഡേറ്റ് വരട്ടെ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷന് മുമ്പിൽ കണ്ടുകൊണ്ട് ടൈം അറേഞ്ച് ചെയ്തിട്ട് ഇന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ സിലബസ് തീർക്കണം. നമ്മൾ സിലബസ് തീർക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം.
കഴിഞ്ഞ K1, K2, K3, K4 പരീക്ഷകളിലെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത്, ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മാത്സിനകത്ത് പഠിച്ചു. വളരെ ഭംഗിയായിട്ട് ഒരു 2-3 മണിക്കൂർ എടുത്തുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചു കഴിയുമ്പോൾ എന്തായാലും ഈ 2025 സെപ്റ്റംബറിൽ നടന്നുപോയ ആ പരീക്ഷയുടെ ചോദ്യം എടുത്ത് മുമ്പിൽ വെക്കുക, ചെയ്തു നോക്കുക. ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വന്ന ചോദ്യം ചെയ്തു നോക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്ക് തീർത്തു എന്നർത്ഥം, വളരെ ഭംഗിയായിട്ട് തീർത്തു. അതല്ല, നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ചോദ്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുൻ വർഷങ്ങളിലെ ഏതെങ്കിലും പരീക്ഷകളിലെ അത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ നോക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലകൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ റിവിഷൻ നടത്തി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രതീക്ഷിച്ചതുപോലെ 2028 ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന പോലെ സർക്കാർ സ്കൂളുകളിലേക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം അവിടെ പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാവരും ചോദിക്കാറുണ്ട്, സാറേ ഈ K1, K2 പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല. കാരണം നിങ്ങളൊരു സാധാരണ ഒരു LP പരീക്ഷ എഴുതാൻ ബേസിക് ആയിട്ടുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണോ, UP പരീക്ഷ എഴുതാൻ ബേസിക് ആയിട്ടുള്ള ഒരു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു LP സ്കൂൾ ടീച്ചർ പരീക്ഷയാകുവാൻ എന്താണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്? അതേപോലെ UP എഴുതാൻ നിങ്ങൾക്ക് ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്? ഇത് രണ്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ LPക്ക് തയ്യാറെടുക്കുന്ന ഒരു K1 പരീക്ഷയും UPക്ക് തയ്യാറെടുക്കുന്ന ഒരു K2 പരീക്ഷകളും എഴുതാൻ എക്സാം ഹാളിലേക്ക് പോകുന്നു. മക്കളെ, അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു 150 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ബുക്ക്ലെറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് തരും. കണ്ടോ, 150 ചോദ്യങ്ങൾ കാണും. അതിനെ 5 ഭാഗങ്ങളായിട്ട് പിരിച്ചിട്ട് ഓരോ ഭാഗത്തു നിന്നും 30 ചോദ്യങ്ങൾ വെച്ച് കാണും. ഇതേ നോക്കിക്കോണേ. ഇപ്പൊ നിങ്ങൾ K1 പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന് കരുതുക. മക്കളെ, നിങ്ങൾ K1 പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും 30 ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങൾ അവിടെ 150 ചോദ്യങ്ങൾ എഴുതുന്നു. നിങ്ങൾക്ക് 82 മാർക്ക് റിസർവേഷൻ ഉള്ള ആൾക്കാരാണ് 82 അല്ലെങ്കിൽ 90. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കാസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര മാർക്കാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് എന്തെങ്കിലും വ്യക്തതക്കുറവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും റിപ്ലൈ തരാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു 100 മാർക്കിനെ ടാർഗറ്റ് വെച്ച് ഇതങ്ങ് പഠിക്കുക. ഒരു 100 മാർക്ക് നമുക്ക് നേടിയെടുക്കണം പരീക്ഷയ്ക്ക്. അപ്പൊ ആ 100 മാർക്ക് നേടിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവ് മാർക്ക് ഇല്ല. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ആദ്യത്തെയും അവസാനത്തെയും മത്സര പരീക്ഷയായിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന K1, K2 പരീക്ഷ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുപോലെ ഒരു മത്സര പരീക്ഷ, നെഗറ്റീവ് ഇല്ലാത്ത ഒരു മത്സര പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ പോലും നിങ്ങൾ എഴുതാനുള്ള സാധ്യത പോലും ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ആദ്യ ഭാഗം മനസ്സിലായി 30 മാർക്ക്, ഇംഗ്ലീഷിന്റെ ഗ്രാമറും പെഡഗോഗിയും കൂടെ ചേർത്തിട്ട് 30 മാർക്ക്. എല്ലാത്തിലും പെഡഗോഗി ഉണ്ട്. മലയാളത്തിലേക്ക് വരുമ്പോൾ ആ മലയാളത്തിന്റെ ഗ്രാമറും പെഡഗോഗിയും ഉൾപ്പെടെ 30 മാർക്ക്. EVSലേക്ക് വരുമ്പോൾ അവിടെയും 30 മാർക്ക്. കണക്കിലേക്ക് വരുമ്പോൾ അവിടെയും പെഡഗോഗി ഉൾപ്പെടെ 30 മാർക്ക്. ഇങ്ങനെ 5 ഭാഗത്ത് നിന്നുള്ള ഓരോ ഭാഗത്ത് നിന്നും 30 മാർക്ക് വെച്ചിട്ട് 5 ഭാഗത്ത് നിന്നും 30 × 5 150 മാർക്കിന്റെ ചോദ്യപേപ്പറാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത് K1 പരീക്ഷയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ K2 പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്സും സയൻസും മാത്രമായിട്ട് ചൂസ് ചെയ്യാം. അതായത് ഈ പറയുന്നത് പോലെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാത്സും സയൻസിനെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കി സോഷ്യൽ സയൻസിന്റെ 60 മാർക്കിന്റെ ഭാഗം വേണമെങ്കിൽ എഴുതാം. അതായത് നിങ്ങൾക്ക് മാത്സ് EVSൽ നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് അല്ലെങ്കിൽ
ആ സോഷ്യൽ സയൻസ് 60 മാർക്കിന്റെ ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ കേന്ദ്രീകരിച്ചാലും മതി. അപ്പോഴും 60, 30, 30, 30. ചുരുക്കി പറഞ്ഞാല് അങ്ങനെ ഒരു 150 മാർക്കിന്റെ പരീക്ഷയാണ് എഴുതുന്നത്. ഇനി നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരാം. മക്കളെ, ഈ മാത്സിനകത്ത് 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. എല്ലാവരും പറയാറുണ്ട്, സാറേ മാത്സ് ഒക്കെ ഞങ്ങൾ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഞങ്ങൾ DLED പോയി, അല്ലെങ്കിൽ ഞങ്ങൾ B.Ed പഠിക്കാൻ പോയി, അതിന് അവിടെയൊന്നും ഞങ്ങൾ മാത്സ് കണ്ടിട്ടേ ഇല്ല. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ശേഷം പിന്നെ ഞങ്ങൾ മാത്സിനകത്ത് കൈവച്ചിട്ടേ ഇല്ല, അന്നേ പാടാ. അതുകൊണ്ട് പിന്നെ മാത്സ് എന്ന് പറയുന്ന വിഷയമേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ നിൽക്കുന്ന ഞാൻ എങ്ങനെ K1 പരീക്ഷയ്ക്ക് ഈ 30 മാർക്ക് അടിച്ചെടുക്കും, അല്ലെങ്കിൽ K2 പരീക്ഷയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഈ 30 മാർക്ക് അടിച്ചെടുക്കേണ്ടത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പരീക്ഷയാണ്. അല്ലാതെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഗവൺമെന്റ് സാധനങ്ങളോ അല്ലെങ്കിൽ +1 +2 പഠിച്ച ഗവൺമെന്റ് മാത്സിന്റെ സാധനങ്ങളോ ഒന്നും വേണ്ട. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ അധ്യാപക രീതിയിൽ ആ മാത്സിനകത്തെ 30 മാർക്കും നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തില് ഞാന് 100% അടിവരയിട്ട് പറയുന്നു. അത് ഉറപ്പാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന മാത്സ് അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾക്ക് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. അത്തരം മെത്തേഡുകൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനും പറ്റത്തില്ല. പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം. എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ കഴിവ്. ആ ഒരു കഴിവ് നിങ്ങൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യണം? ബൂസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ പ്രയോഗിക്കാൻ പറ്റത്തില്ല. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. മാത്സിനകത്തേക്ക് വരുമ്പോൾ മക്കളെ, നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകളാണ് നോക്കേണ്ടത്. കണ്ടോ, ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ K1 K2 പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ മാത്സിനകത്ത് ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുന്നു. ഈ ടോപ്പിക്കുകൾ ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദേ പിടിച്ചു അടുത്ത LP UPക്ക് വേണ്ടിയുള്ള സാധനം സെറ്റ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സാധനങ്ങള് ഒന്നുകൂടി ഒന്ന് പൊടിതൊട്ടി എടുത്തു കഴിഞ്ഞാല് അത് നിങ്ങളുടെ അടുത്ത ദൗത്യത്തിലേക്കുള്ള 30% കവർ ആയെന്നർത്ഥം. ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കാറുണ്ട്, സാറേ മാത്സിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാല് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് അങ്ങ് പഠിക്കണം. നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഡെപ്തിൽ അങ്ങ് പഠിക്കണം. അതായത് എന്താണ് ഭിന്നസംഖ്യകള്, എത്ര തരത്തിലുള്ള ഭിന്നസംഖ്യകളുണ്ട്, ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും വലുതേത് ചെറുതേത്, ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏത്, അങ്ങനെ പിന്നെ കുറെയുള്ള അല്ലാതുള്ള ചോദ്യങ്ങൾ, വരിക്കണക്കെന്ന് പറയും. അത്തരം ചോദ്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ സമയമെടുത്ത് ഡെപ്തിൽ പഠിക്കണം. മറന്നുപോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഭിന്നസംഖ്യകൾ. അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഡെപ്തിൽ പഠിക്കണം. അതായത് എന്താണ് ദശാംശ സംഖ്യകൾ, ദശാംശ സംഖ്യകളെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്, ഒരു ദശാംശ സംഖ്യ കിട്ടിയാൽ അതിനെ എങ്ങനെയാണ് കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റുന്നത്, അതേപോലെ അതിനെ എങ്ങനെയാണ് ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുന്നത്, വലുതേത് ചെറുതേത് ഇടയിൽ വരുന്നത് ഏത്, അതേപോലെ വരിക്കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. സോ ആ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് കേന്ദ്രീകരിച്ച് പഠിക്കണം. അത് മറന്നുപോകരുത്. മൂന്നാമത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കണ്ടോ. നാലാമത്തേന്ന് പറഞ്ഞാൽ മക്കളെ മെട്രിക് അളവുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എപ്പോഴും പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗം. അതേപോലെ സർവസമവാക്യങ്ങളും ബീജഗണിതവും എന്ന് പറയുന്ന ഒരു ഭാഗം, സാംഖ്യകം എന്ന് പറയുന്ന മറ്റൊരു ഭാഗം. ഇത്രയും ടോപ്പിക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ബാക്കിയുള്ളതൊന്നും പ്രധാനപ്പെട്ടതല്ലേ? ബാക്കിയുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ടൈം ആൻഡ് വർക്കിനകത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കാം,
കലണ്ടറിനകത്ത് നിന്ന് ഒരു ചോദ്യം ചോദിക്കാം, ക്ലോക്കിനകത്ത് നിന്ന് ഒരു ചോദ്യം ചോദിക്കാം. അതെല്ലാം ഓരോ ചോദ്യങ്ങളാണ്. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഡെപ്തിൽ പോകേണ്ട ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു നിർത്തിയത്. ഇവിടെ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ അധ്യാപകന്റെ കൂടെ ലൈവിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ബേസ്മെന്റ് സ്ട്രോങ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. കണ്ടോ, ഇതാണ് മാത്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനകത്ത് LCM HCF എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് കേട്ടോ, അത് ഞാൻ വിട്ടുപോയതാ പറയാന്. അതേപോലെ ജോമെട്രി, ഇതുകൂടി നിങ്ങൾ അതിന്റെ കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചോണം. കാരണം ജോമെട്രിക്കകത്തുനിന്ന് 2-3 ചോദ്യങ്ങൾ വരെ K1 K2 പരീക്ഷകൾക്ക് വരാറുണ്ട്. അപ്പൊ സാധാരണ ഈ ജോമെട്രി എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ പറയും, അയ്യോ സാറേ ജോമെട്രി ഉണ്ടോ? ഉണ്ട്. അയ്യോ അങ്ങനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആണോ? അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ. നമ്മള് ഈ ഒരു K1 K2 പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ജോമെട്രിയിലെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് മാത്രം കേന്ദ്രീകരിച്ച് പഠിച്ചാൽ ഈ പറയുന്ന ജോമെട്രി ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നും അവസാനിക്കും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച് പഠിക്കുക എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറഞ്ഞു തരാം. ദാണ്ടേ, നിങ്ങൾ ജോമെട്രി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ദാണ്ടേ, ഇത് കഴിഞ്ഞ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അവസാനം എഴുതി മാറിയ നമ്മുടെ K1 പരീക്ഷയ്ക്ക് ചോദിച്ച ജോമെട്രിക്കകത്ത് ഒരു ചോദ്യം. മക്കളെ ഇത് വായിച്ചേടാ. 2 വരകൾ പരസ്പരം മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റൊരു കോണിന്റെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ ആ കോണുകളുടെ അളവുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം, 2 വരകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, 2 വരകൾ പരസ്പരം മുറിച്ച് കടന്നു. കണ്ടോ, 2 വരകൾ പരസ്പരം മുറിച്ച് കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന 4 കോണുകൾ, 1 2 3 4. കണ്ടോ, അവിടെ ഉണ്ടാകുന്ന 4 കോണുകളിലെ എതിർ കോണുകൾ തുല്യമായിരിക്കും എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2 വരകൾ പരസ്പരം മുറിച്ച് കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന 4 കോണുകളിലെ എതിർ കോണുകൾ തുല്യമാണ്. എന്ത് തുല്യമാണ്? എതിർ കോണുകൾ തുല്യമാണ്. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ, അങ്ങനെ വെച്ചാലും പോരെ, 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ രൂപപ്പെടുന്ന 4 കോണുകളിലെ എതിർ കോണുകൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും 1ഉം 3ഉം തുല്യമാണെന്ന് പറയും. എതിർ കോണുകൾ തുല്യം. 1ാമത്തെ കോണും 3ാമത്തെ കോണും തുല്യമാണ്. അതേപോലെ 2ഉം 4ഉം തുല്യമാണ്. അതേപോലെ 2ഉം 4ഉം തുല്യമാണെന്ന് പറയാം. എതിർ കോണുകൾ തുല്യമാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അതേപോലെ തന്നെ 2, ദാണ്ടേ, ഇതൊരു വര. ആ വരയില് രൂപപ്പെട്ട, ദാണ്ടേ, ഇവിടെ ദാണ്ടേ, ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചു, ചുമ്മാ വെറുതെ വരച്ചതാണ്. കണ്ടോ, അവിടെ 2 കോണുകൾ രൂപപ്പെട്ടു. ഒരു രേഖയിൽ 2 കോണുകൾ രൂപപ്പെടുമ്പോൾ നമ്മൾ പറയും അതിനെ രേഖീയ ജോഡി എന്ന് പറയും. എന്തോ പറയും? അതിന് നമ്മൾ പറയുന്നത് രേഖീയ ജോഡി. ഒരു രേഖയിൽ രൂപപ്പെടുന്ന ഒരു ജോഡി കോണുകളെ പറയുന്ന പേരാണ് രേഖീയ ജോഡി, അല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് പറയും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. രേഖീയ ജോഡി എന്ന് പറയുന്നത് ആ 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. രേഖീയ ജോഡി എന്ന് പറഞ്ഞാല് ആ 2 കോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 120 ഡിഗ്രി ആയിരിക്കും.
അതാണ് രേഖീയ ജോഡികളുടെ പ്രത്യേകത. ഇപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ രൂപപ്പെടുന്ന എതിർകോണുകൾ തുല്യമായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞേടാ. രണ്ട്, എന്റെ കൂടെ കണ്ണടച്ച് പറയാം. രണ്ട് ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ രൂപപ്പെടുന്ന 4 കോണുകളിലെ എതിർകോണുകൾ തുല്യമാണ്. എതിർകോണുകൾ തുല്യമാണ്. എതിർകോണുകൾ തുല്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു രേഖയിൽ രൂപപ്പെടുന്ന ഒരു ജോഡി കോണിനെ പറയുന്ന പേരാണ് രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് പറയും. സോ രേഖീയ ജോഡി എന്ന് പറഞ്ഞാൽ തുക 180. സോ അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ, നോക്കിക്കോണേ. ആണ് മക്കളെ, എടാ ഒരു കോൺ മറ്റതിന്റെ പകുതിയാ. ആണോ? ഒരു കോൺ മറ്റേതിന്റെ പകുതിയാ. ദാണ്ടേ ഈ ഒരു കോൺ എത്രയെന്ന് എനിക്ക് അറിയില്ല. അത് തന്നെ ആയിരിക്കത്തില്ലേ ഈ കോണ്? ആണ്. ഈ കോൺ എത്രയാണോ അത് തന്നെ ആയിരിക്കത്തില്ലേ ഇത്? അപ്പോൾ ഒരു കോണിന്റെ പകുതിയാണ് മറ്റേ കോൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ 2 കോണുകൾ ഇതായിരിക്കത്തില്ലേ? അതല്ലാതെ ഒരു കോൺ ഇതും മറ്റൊരു പകുതി വരുന്നത് താഴെ വെക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം അവന്മാർ രണ്ടും തുല്യമാ, എതിർകോണുകൾ തുല്യമാ. അപ്പൊ പകുതി വരുന്നവന് താഴെ വെക്കാൻ പറ്റത്തില്ല, അപ്പൊ ഇവിടെ വെക്കാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ 2 കോണുകൾ ആണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. നമുക്കറിയാം, വേണ്ട ഈ വരയിൽ രൂപപ്പെട്ട ഒരു ജോഡി കോണല്ലേ ഇത്? ഈ വരയിൽ രൂപപ്പെട്ട ഒരു ജോഡി കോണാണിത്. ഒരു വരയിൽ രൂപപ്പെടുന്ന ഒരു ജോഡി കോണിനെ പറയുന്ന പേരാണ് രേഖീയ ജോഡി. ആ രേഖീയ ജോഡിയിലെ ആകെ തുക എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ 180 ഡിഗ്രി വരുന്ന ഓപ്ഷൻ പിടി മക്കളെ. എടാ 70 140 കൂടെ കൂട്ടിയാൽ 180 അല്ല. 80 160 കൂടെ കൂട്ടിയാൽ 180 അല്ല. 90 180 കൂടെ കൂട്ടിയാൽ 180 അല്ല. കണ്ണം പൂട്ടി പറഞ്ഞു ആൻസർ ഓപ്ഷന് 60 120 ആണ്. ഈ ഒരു ചോദ്യം ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ പഠിച്ച മാത്സിന്റെ അറിവ് പോരെ? നമ്മൾ 5-ലല്ലേ ഇത് പഠിച്ചത്. 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ രൂപപ്പെടുന്ന എതിർകോണുകൾ തുല്യമാണെന്നും അതേപോലെ ഒരു രേഖയിൽ രൂപപ്പെടുന്ന ഒരു ജോഡി കോണുകളെ ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്നല്ലേ പറയുന്നത്. ഇതൊക്കെ പഠിക്കാൻ വലിയൊരു അറിവൊന്നും വേണ്ട. സോ ഇങ്ങനെയുള്ള ജോമെട്രിയിലെ ചോദ്യങ്ങളാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി വേണ്ട സാധനങ്ങൾ മാത്രം പെറുക്കിയെടുത്ത് ഇനിയുള്ള സമയം വൃത്തിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ സെഷനിലെ പ്രധാനമായിട്ടും പറഞ്ഞ് നിർത്തിയതിന്റെ സാരാംശങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ പഠിക്കണ്ട എന്നിരിക്കരുത്. നോട്ടിഫിക്കേഷൻ എന്തായാലും നവംബറിന്റെ അവസാനം അല്ലെങ്കിൽ ഡിസംബറോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിനുശേഷം നമുക്ക് അധിക സമയം പഠിക്കുവാൻ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിലിറ്റി നോക്കിയിട്ട് വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് 100 മാർക്കിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും 2026 തുടക്കത്തോടു കൂടി നിങ്ങൾ എഴുതാൻ പോകുന്ന ആ ഒരു കേട്ടറ്റ് പരീക്ഷയോടുകൂടി നിങ്ങളുടെ സർക്കാർ സർവീസിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ ആദ്യ കാൽവെപ്പ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയും കൃത്യമായിട്ട് ഒരു മെന്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡെയിലി ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും കൃത്യമായിട്ട് റിവിഷൻ ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും അതേപോലെ OMR പരീക്ഷകളും ഒക്കെ അതേപോലെ മോഡൽ എക്സാമുകളും അതേപോലെ PDF നോട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള
ഏറ്റവും ഒരുപാട് ഉദ്യോഗാർത്ഥികളെ റിസൾട്ടിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട അതേ സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് പുതിയ ബാച്ചുകൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധ്യത സർവീസിലിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബേസ്മെന്റ് സ്ട്രോങ് ആക്കാനും ഒക്കെ ഇത്തരം ബാച്ചുകൾ ഒരുപാട് ഉപകാരപ്പെടും. സോ സമാനതകളില്ലാതെ കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യിപ്പിച്ചുകൊണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. നമ്മൾ ഈ അവസാന ഘട്ടത്തിലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈ അധ്യാപക മോഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു ജീവിതയാത്രയില് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് തീർച്ചയായിട്ടും CC-യോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ ഒരു മെന്റർ ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് സഹായിച്ച് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഓരോ ദിവസങ്ങൾ പഠിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആ മെന്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ആ രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും 2026 തുടക്കത്തോടു കൂടി നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ഒരു പരീക്ഷ നിങ്ങൾ ഓരോരുത്തരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.